അപ്പൊ നമ്മള് പെർസെപ്ട്രോണിന്റെ ട്രെയിനിങ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ പെർസെപ്ട്രോണിന്റെ ട്രെയിനിങ്ങില് പെർസെപ്ട്രോൺ ട്രെയിനിങ് എങ്ങനെയാന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ പെർസെപ്ട്രോൺ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. എല്ലാം സെയിം ആൻസർ തന്നെയാണ്. പെർസെപ്ട്രോൺ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വെയ്റ്റ്സും അതുപോലെ തന്നെ ബയസും ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ലേൺ ചെയ്യണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർസെപ്ട്രോൺ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഡിസിഷൻ ബൗണ്ടറി വേണം. അപ്പൊ ഈ ഡിസിഷൻ ബൗണ്ടറി എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് വൈ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. വൈ ക്യാപ്പ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ വൈ ക്യാപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെയിറ്റും ഉണ്ടായിരിക്കും ഇൻപുട്ട് ഉണ്ടായിരിക്കും. അപ്പൊ കുറെ ഇൻപുട്സ് ഉണ്ടായിരിക്കും, ആ ഇൻപുട്സിന് കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും, വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഇൻപുട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് എക്സ് എന്നും വെയിറ്റിനെ റെപ്രസെന്റ് ചെയ്യണത് ഡബ്ല്യു ആണ്. അപ്പൊ കുറെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് X1 X2 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും, വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ് ഇൻറ്റു ഡബ്ല്യു ആണ് ചെയ്യുന്നത്. കുറെ ഇൻപുട്ടും അതിന് കറസ്പോണ്ടിങ് എന്തുണ്ടായിരിക്കും, കുറെ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനെ X1 W1, ഇതിനെ X2 W2 അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, X1 W1, ഇതിനെ നമ്മൾക്ക് എന്ത് പറയാം, X2 W2, ഇതിനെ നമുക്ക് എന്ത് പറയാം, X3 W3 എന്ന് പറയാം. അതാണ് ഈ ഒരു പാർട്ട്. പ്ലസ് അതിന്റെ ബയസ്. ഓക്കെ, ബയസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതൊന്നും ഈ ബയസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ ഡിസിഷൻ ബൗണ്ടറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസിഷൻ ബൗണ്ടറിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതില് നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ ഏതാ, സ്റ്റെപ്പ് എന്ന് പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പെർസെപ്ട്രോൺ ട്രെയിനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പെർസെപ്ട്രോൺ വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ വെയ്റ്റ്സും ബയസും നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ വെയ്റ്റ്സും ബയസും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ട്രെയിനിങ് പോയിന്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്, കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, ലേൺ ചെയ്യുന്നത് അതിന്റെ വെയ്റ്റും ബയസ് ബി ആണ്. വെയിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഡബ്ല്യു ആയിരുന്നു, ബയസിനെ റെപ്രസെന്റ് ചെയ്യുക ബി എന്നായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇനി ഓരോന്നും ചെയ്യുന്നത് എന്നാണ് ഇവിടെ കറക്റ്റ് പറയാൻ. അപ്പൊ ഇൻപുട്സ് ഉണ്ട്. ഇൻപുട്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക X1 X2, അതായത് കുറെ ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഇൻപുട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻപുട്സിനെ എല്ലാം ഓരോന്നായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ X1 X2 അങ്ങനെ നമുക്ക് XN ഇൻപുട്സുകൾ ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിന്റെയും എന്ത് ചെയ്യണം, നമുക്ക് വെയിറ്റ് ഇൻറ്റു ഇൻപുട്ട് കണ്ടുപിടിക്കണം, വെയിറ്റ് ഇൻറ്റു ഇൻപുട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഓരോന്നും വരുമ്പോൾ W1 ഇൻറ്റു X1, W2 ഇൻറ്റു X2 അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ എല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ അതുകൊണ്ടാണ് സിഗ്മ ഇട്ടേക്കണത്. ഈ സമ്മ് കണ്ടുപിടിച്ചതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യാണ്, ഒരു ബയസും കൂടെ ആഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നതിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെഡ്. അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെഡ് എന്ന് പറയുന്നത്. ഈ വെയ്റ്റഡ് സമ്മിലേക്ക് അല്ലെങ്കിൽ സെഡിലേക്ക് നമ്മൾ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ ഏതാ, സ്റ്റെപ്പ്. അപ്പൊ സ്റ്റെപ്പ് ഓഫ് സെഡ്, ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്താ പറഞ്ഞത്, റെപ്രസെന്റ് ചെയ്യണത് വൈ ക്യാപ്പ്. ഈ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. സോ ഈ വൈ ക്യാപ്പ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഐദർ സീറോയിലായിരിക്കും ഓർ വണ്ണിലായിരിക്കും നമുക്ക് റെപ്രസെന്റ് ചെയ്യുക. അതായത് രണ്ട് ക്ലാസ് ഉണ്ട്, സീറോ എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കാം അല്ലെങ്കിൽ വൺ എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കാം വരുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കയ്യിൽ ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ട്, നമുക്ക് കിട്ടേണ്ട ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ട്. ആ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം,
കൊണ്ടുവരണം. അപ്പൊ ഈ ആക്ച്വൽ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എറർ എന്ന് പറയുന്നത്. അപ്പൊ ഈ എറർ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ എറർ കുറയ്ക്കണം, നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ എററിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ആകെ കൂടി കുറച്ച് വഴികളുള്ളൂ. അതിൽ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബയസ് അപ്ഡേറ്റ് ചെയ്യാം. ഇൻപുട്ടിന് നമുക്ക് തൊടാനൊന്നും പറ്റില്ല. സോ വെയിറ്റ് അതുപോലെ തന്നെ ബയസിനെയും എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഈ വെയിറ്റിനും ബയസിനും നമുക്ക് ഈ എറർ കറക്റ്റ് ആവുന്ന വരെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോന്നും ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ പറയുന്നതാണ് എന്ത്, എപ്പോക്സ്. ഓക്കെ, എപ്പോക്സ്. ഈ എപ്പോക്സ് നമ്മൾ എവിടം വരെ റിപ്പീറ്റ് ചെയ്യണം, സ്റ്റേബിൾ ആവണ വരെ, നമ്മുടെ ഈ എറർ സ്റ്റേബിൾ ആവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വെയിറ്റഡ് സം കണ്ടുപിടിക്കുക. ആ വെയിറ്റഡ് സമ്മിലേക്ക് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാ, സ്റ്റെപ്പ് ഫംഗ്ഷൻ. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. അപ്പൊ എറർ കിട്ടും. ആ എററിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്തു, ബയസിനെ അപ്ഡേറ്റ് ചെയ്തു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ നമ്മൾ എവിടേക്ക് പോയി, ഫൈനൽ മോഡലിലേക്ക് നമ്മൾ പോയി. ഇനി ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, വെയിറ്റഡ് സം കണ്ടുപിടിക്കുക. വെയിറ്റഡ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, സിഗ്മ WI പ്ലസ് XI, അല്ല സോറി, WI ഇൻറ്റു XI പ്ലസ് ബി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ. അപ്പോ ഈ ഒരു സാധനത്തിന് അവരെന്ത് ചെയ്തേക്കാണ്, നമ്മൾ വേർഡ്സിൽ അങ്ങോട്ട് എഴുതി വെച്ചേക്കാണ്. ഓക്കെ, ഇതിൽ ഓരോ ടേംസും എന്താന്ന് പറയണത്, XI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട്. നിങ്ങളപ്പോ നിങ്ങൾക്ക് മറന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇൻപുട്ട്. ഓക്കെ, ഇനി WI എന്ന് പറഞ്ഞാൽ വെയിറ്റ് അസൈൻ ടു ഈച്ച് ഇൻപുട്ട്. ഇത് എപ്പോഴാണ് ലേൺ ചെയ്യണേ, ലേൺഡ് ഡ്യൂറിങ് ട്രെയിനിങ്. ഇനി ബി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബയസ് ടേം. ഓക്കെ, ഇനി സെഡ് എന്ന് പറയുന്നത് നമ്മുടെ റോ വെയിറ്റഡ് സം, പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കാനുള്ള റോ വെയിറ്റഡ് സമ്മിനെയാണ് നമ്മൾ സെഡ് എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും ഭാഗമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സെഡ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ സൈൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻപുട്ട് പോയിന്റ്. അതെന്താണെന്നുള്ളത് എഴുതിയേക്കണത്, അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് സെഡ് കിട്ടി അല്ലെ, സെഡിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഓഫ് സെഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ, നമ്മുടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ ക്യാപ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. അതർവൈസ് നമ്മൾ എന്താണ്, 0 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ റൂളിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ഒന്നില്ലെങ്കിൽ ക്ലാസ് 1-ലായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് 0-ലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് കിട്ടുന്ന ഔട്ട്പുട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതർവൈസ് 0. ഓക്കെ, ഇനി നമ്മുടെ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ടും നമുക്ക് കിട്ടിയ വൈ ക്യാപ്പും നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടിൽ നിന്ന് പ്രഡിക്റ്റഡ് ഔട്ട്പുട്ടിന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അത് എന്ന് പറയുന്ന വേരിയബിൾ ഏതാണ്, എറർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് വെക്കാം. ഈ എറർ എന്ന് പറയുന്നത് 0 കിട്ടുകയാണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ഒന്നും വേണ്ടി വരില്ല. ഇനിയിപ്പോ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് 1-ഉം നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ അതിനെ പറയാം ഫോൾസ് നെഗറ്റീവ് എന്നാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെയിറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, കൂട്ടണം. വെയിറ്റിനെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വാല്യൂയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1-ഉം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഔട്ട്പുട്ടിനെ നമുക്ക് ഡൗൺ ചെയ്യണം. അതാണ് 3 കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി 4, 5 എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഈ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു വാല്യൂ വേണം. ആ വാല്യൂവിനെയാണ് നമ്മൾ ഈറ്റ എന്ന് പറയുന്നത്. ഈറ്റ. ഓക്കെ, ഈറ്റ ഇങ്ങനെ എഴുതും. ഈറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, ലേണിംഗ് റേറ്റ്. ഓക്കെ, ലേണിംഗ് റേറ്റ്. നമുക്ക് വെറുതെ വെയിറ്റ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണേ,
നമ്മുടെ കയ്യിലുള്ള പഴയ വെയിറ്റ് പ്ലസ് ഈറ്റ. ഈറ്റ നമുക്ക് തരും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കണേ, 1 ആയിട്ടാണ് ലേണിംഗ് റേറ്റ് എടുക്കുന്നത്. ലേണിംഗ് റേറ്റ് ഇൻറ്റു നമുക്ക് കിട്ടിയ എറർ ഇൻറ്റു നമ്മുടെ ആ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്ഡേറ്റ് ചെയ്യേണ്ട WI കിട്ടും. ഇനി ബയസിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണേ? ബയസ് പ്ലസ് ഈറ്റ ഇൻറ്റു എറർ. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്തിരുന്നു. ബയസിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻപുട്ട് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ഈറ്റ എന്ന് പറയുന്നത് എന്താ? ലേണിംഗ് റേറ്റ് ആണ്. ഒരു സ്മോൾ പോസിറ്റീവ് കോൺസ്റ്റന്റ് ദാറ്റ് കൺട്രോൾസ് ഹൗ ബിഗ് ഈച്ച് കറക്ഷൻ സ്റ്റെപ്പ് ഈസ്. ഇവിടം വരെ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എല്ലാ സാമ്പിൾസിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പോക്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എപ്പോക്സ് എന്ന് പറയുന്നത്. അപ്പോ ഓരോ സാമ്പിളും എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രെഡിക്റ്റ് ചെയ്യുക, എറർ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സാമ്പിള് പ്രെഡിക്റ്റ് വൈ ക്യാപ്പ്, എറർ കമ്പ്യൂട്ട് ചെയ്യുക, അപ്ഡേറ്റ് W&P, നെക്സ്റ്റ് എപ്പോക്ക് ഇഫ് നീഡഡ്. അപ്പോൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് എപ്പോക്കിലേക്ക് പോവാം. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വർക്കിംഗ് ഓഫ് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത്. ഇത് എക്സാമിന് പഠിച്ചു വെക്കുക. അപ്പൊ ഫൈനലി നമ്മൾ ലേൺ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ.